ഹലോ എവ്രിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് സ്പെക്ട്രോസ്കോപ്പി എന്ന യൂണിറ്റിൽ യുവിഎസ് സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്. അപ്പൊ അതില് വുഡ്വാർഡ് റൂൾസ് വെച്ച് നമുക്ക് ലാംഡ മാക്സ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം പ്രോബ്ലം ടൈപ്പ് ആണ്. നമുക്ക് ഓരോ മോളിക്യൂൾസ് തരും, എന്നിട്ട് അതിൽ നമ്മൾ വുഡ്വാർഡ് കുറച്ച് റൂൾ പോലെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അപ്പൊ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ലാംഡ മാക്സിമം വേവ് ലെങ്ത് മാക്സിമം കണ്ടുപിടിക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു ഡയറക്റ്റ് ചോദ്യമാണ്. യുവിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നില്ല. ഇതിൽ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ളൊരു ആ ഒരു സ്റ്റെപ്സ് മാത്രമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള സ്പെക്ട്രോസ്കോപ്പിന്റെ ഏരിയ ആണ് ഇത് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ നോക്കാം, ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. കാരണം കുറച്ച് ന്യൂമറിക്കൽ പോലെയാണ്. അപ്പോ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, റൂൾസ് ഓരോന്നായിട്ട് നോക്കാം. നമുക്ക് തരുന്ന മോളിക്യൂൾ അനുസരിച്ച് അത് അബ്സോർബ് ചെയ്യുന്ന വേവ് ലെങ്ത് എന്തുണ്ടായിരിക്കും, ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഒരു മോളിക്യൂൾ ഇപ്പൊ എടുക്കുകയാണ്. ജസ്റ്റ് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ജസ്റ്റ് കാണിക്കാം. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് എടുത്തു. ഈ ഒരു മോളിക്യൂളിൽ എന്താണ്, ഇങ്ങനെ മോളിക്യൂൾ നമ്മൾ എടുക്കുന്നത്, ഇതിന് യു വി വിസിബിൾ റീജിയനിൽ മെയിൻ ആയിട്ട് യു വി ആയിട്ട് നമ്മൾ നോക്കുന്നത്. ഇവിടെ യു വി റീജിയനിൽ ലൈറ്റ് അബ്സോർബ് ചെയ്യാനുള്ള, ആ യു വി ലൈറ്റ് അബ്സോർബ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഈ ഡബിൾ ബോണ്ട് ഒക്കെ ഉള്ള കാരണമൊക്കെയാണ്. അപ്പോൾ ഓക്കെ, ഒന്നും പറയുന്നില്ല. അപ്പൊ എനിവേ, അപ്പൊ ഇങ്ങനെ മോളിക്യൂൾ യു വി ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത്തിലായിരിക്കും. ജസ്റ്റ് വെറുതെ എടുക്കാം, 250 നാനോമീറ്റർ അങ്ങനെ വേവ് ലെങ്ത്തിലായിരിക്കും നാനോമീറ്റർ ഇത് അബ്സോർബ് ചെയ്യുന്നത് വിചാരിച്ചോളൂ. ഇനി നമ്മൾ എക്സ്ട്രാ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ ഡബിൾ ബോണ്ട് കൂടി കൊടുക്കുന്നു. അപ്പൊ ഈ 250 എന്നുള്ളത് ചേഞ്ച് ആകും. മേ ബി നമ്മൾ ഇവിടെ വേറെ ഡബിൾ ബോണ്ട് കൊടുക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും, ഈ 250 വാല്യൂ പിന്നെയും മാറും. വേണമെങ്കിൽ ഇവിടെ ഡബിൾ ബോണ്ട് O കൊടുക്കുന്നു, അല്ലെ, കാർബോണിൽ ഗ്രൂപ്പ് കൊടുക്കാണ്, C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പ്. അപ്പൊ എഗെയിൻ വേവ് ലെങ്ത് അബ്സോർപ്ഷൻ, ഈ വേവ് ലെങ്ത്, അതായത് ഈ മോളിക്യൂള് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന മാക്സിമം വേവ് ലെങ്ത് ആണ് നമ്മൾ ലാംഡ മാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലാംഡ മാക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഈ ക്വസ്റ്റ്യൻസിൽ എല്ലാതും കണ്ടുപിടിക്കാനുള്ളത് ലാംഡ മാക്സ് ആണ്. അപ്പൊ അതിങ്ങനെ മോളിക്യൂളിനനുസരിച്ച് അതിന്റെ അബ്സോർപ്ഷൻ മാക്സിമം വാരി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഏത് വേവ് ലെങ്ത് ആണ്, നാനോമീറ്ററുള്ള ആൻസർ ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം അങ്ങനെ വരുന്നത്. അപ്പൊ നമുക്ക് മോളിക്യൂൾ തരും, ഫൈൻഡ് ലാംഡ മാക്സ്, അങ്ങനെയായിരിക്കും ചോദ്യം വരാം. അപ്പൊ അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം കുറച്ച് റൂളുകൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതാണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് കേട്ടോ. ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ്, ഒരു ഹോമോ അനുലാർ ഡൈൻ ആണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുക വിചാരിക്കാം. തന്നിരിക്കുന്ന എന്താണ്, ഹോമോ അനുലാർ ഡൈൻ. എന്താണ് ഹോമോ അനുലാർ ഡൈ എന്ന് പറഞ്ഞാൽ, കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ട്സ് ഇൻ ദ സെയിം റിംഗ്. അത് നമുക്ക് ഒറ്റ റിംഗ് ഉണ്ടാവുള്ളൂ. ഒരു സെക്കൻഡ്, ഒറ്റ റിംഗ്. നമുക്കിവിടെ ഒരു റിംഗ് ഉണ്ടായിരിക്കും. ഈ റിംഗിൽ എന്തുണ്ടായിരിക്കും, കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ട്. കോൺജുഗേഷൻ പറഞ്ഞാൽ എന്താ, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട്, ഇങ്ങനെ അല്ലെ, ഒരു സിംഗിൾ ബോണ്ട് വിട്ടിട്ടുള്ള രണ്ട് ഡബിൾ ബോണ്ട് ആണ് കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ട്. ഇത് ഒരേ റിംഗിൽ വരണം. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇവിടെ വേറെ എന്തും ഉണ്ടായിരിക്കാം. ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് വേറെ എന്തും ആയിരിക്കും. ഇപ്പൊ വേറെ സപ്പോസ് വേറൊരു ഇങ്ങനത്തെ ഒരു എന്താ പറയാ സൈക്ലിക് ആയിട്ടുള്ള വേറെ കോൺജുഗേഷനും ഇല്ലാത്തൊരു എന്ത് വരാം. നമ്മൾ നോക്കേണ്ടതാണ്, നമ്മളുടെ ബേസ് മോളിക്യൂൾ എന്ന് പറയുന്നത് ഇതാണ്, ഈ സംഭവം. അതായത് ഇത്രയും ഒരു റിംഗ് ആയിരിക്കും ഒന്നാമത്തെ കാര്യം. പിന്നെ അവിടെ കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ടും ഉണ്ടായിരിക്കും. ഇങ്ങനെ തന്നെ ഡബിൾ ബോണ്ട് വരണം. ഇതാണ് നമ്മൾ ബേസ് ആയിട്ടുള്ള റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നാനോമീറ്റർ എത്രയായിരിക്കും, 253 ആയിരിക്കും ഇവിടുത്തെ വേവ് ലെങ്ത്. വേവ് ലെങ്ത് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു മോളിക്യൂൾ അബ്സോർബ് ചെയ്യുന്ന വേവ് ലെങ്ത് എന്ന് പറയുന്നത് 253 നാനോമീറ്റർ. ഇതെന്ന് പറയുന്നത് ഈ ഹോമോനുലർ ഡൈന് മാത്രമാണ് കേട്ടോ. ഇനി ഇതിന് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും കുറെ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നതനുസരിച്ച് വാല്യൂസ് മാറും. അപ്പൊ ഹോമോനുലർ ഡൈൻ കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ടിന്റെ സെയിം റിംഗ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ 253 നാനോമീറ്റർ ആണ് കണക്കാക്കി എടുക്കേണ്ടത്. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവുള്ളൂ. ഇപ്പൊ ജസ്റ്റ് ബേസ് ആണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഹെട്രോന്യൂക്ലിയർ ഡൈൻ ആണ് അടുത്തത്. അപ്പൊ നമ്മൾ ഹോമോന്യൂക്ലിയർ പറഞ്ഞു, ഹെട്രോന്യൂക്ലിയർ സെയിം. അവിടെ എങ്ങനെ കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ട് ആണ്. ഇവിടെ എന്തായിരിക്കും, ഡിഫറെന്റ് റിംഗ് ആയിരിക്കും. അതാണ് ഇവിടുത്തെ ഡിഫറൻസ്. റിംഗ് ഡിഫറെന്റ് ആയിരിക്കും. മറ്റൊരു ഒരു റിംഗ് തന്നെ ആയിരുന്നു. ഡിഫറെന്റ് റിംഗ് പറയുമ്പോൾ ഇങ്ങനെ വരും. ഇപ്പൊ നമുക്ക് ഇവിടെ റിംഗ് ഉണ്ട്, അടുത്ത റിംഗ് ഉണ്ട് അല്ലെ. ഇപ്പൊ കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ട് ആയിരിക്കണം, പക്ഷെ ഒരു റിംഗിലാവാൻ പാടില്ല. ഇവിടെ ഒന്ന്, പിന്നെ ഇവിടെ ഒന്ന്, കണ്ടോ. ഇങ്ങനെയാണ് ഡിഫറെന്റ് റിംഗിലുള്ള കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ട്. അപ്പൊ ഇവിടുത്തെ എന്ന് പറയുന്നത് എന്താണ്, 250 നാനോമീറ്റർ ആണ്. ഈ ഇങ്ങനത്തെ ഹെട്രോന്യൂക്ലിയർ ഡൈൻ അബ്സോർബ് ചെയ്യും 250 നാനോമീറ്റർ. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇത്രയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ബേസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. രണ്ട് ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കും, കോൺജുഗേഷനിലായിരിക്കും, ഡിഫറെന്റ് റിംഗിൽ വരും വേണം. അപ്പൊ 250 നാനോമീറ്റർ ആയി. അപ്പൊ വാല്യൂ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ 253 ആയിരുന്നു, ഇതോ 215 ആണ് കേട്ടോ. വാല്യൂസ് എന്ത് ചെയ്യണം, ബൈ ഹാർട്ട് പഠിക്കണം. ഓക്കെ, ഇനി അടുത്താണ് ബ്യൂട്ടാഡൈൻ വരുമ്പോൾ, അല്ലെങ്കിൽ സൈക്ലിക് കോൺജുഗേറ്റഡ് ഡൈൻ വരുമ്പോൾ. അതായത് ഇങ്ങനെ ബ്യൂട്ടാഡൈൻ നമുക്കറിയാം, ഇതാണ് ബ്യൂട്ടാഡൈൻ അല്ലെ. അതായത് ഇവിടെ ഡബിൾ ബോണ്ട്, സോറി, ബ്യൂട്ടാഡൈൻ എല്ലാവർക്കും അറിയാം. ഇങ്ങനെയാണ് ബ്യൂട്ടാഡൈൻ അല്ലെ.
അതേപോലെ തന്നെ നമുക്ക് വരാവുന്ന വേറെ സംഭവമാണ് ഇങ്ങനെ ഒരു സൈക്ലിക് സ്ട്രക്ചർ, പിന്നെ അതിന്റെ അടുത്തായിട്ട് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ വരുന്നത്. ഈ രണ്ട് രീതിയിൽ വന്നാലും അതെന്താണ്, ഇത് ബ്യൂട്ടഡൈൻ ആണ്, ഇത് സൈക്ലിക് കോൺജുഗേറ്റ് ഡൈൻ ആണ്. സൈക്ലിക് ആണ് പക്ഷെ എന്താണ് ഡൈനും ആണ്, കോൺജുഗേഷൻ ഡൈനും ആണ് അല്ലെ. അപ്പൊ ഇങ്ങനത്തെ വരുന്ന കേസിൽ എന്തായിരിക്കും, അത് 270 നാനോമീറ്റർ ആണ്. ഇത് ബ്യൂട്ടഡൈൻ ആണ് അല്ലെ, ഇത് ബ്യൂട്ടഡൈൻ ആണ്, ഇത് സൈക്ലിക് കോൺജുഗേറ്റ് ഡൈനും ആണ്. ഓക്കെ, ഇത് ബ്യൂട്ടഡൈൻ ആണ്, സൈക്ലിക് കോൺജുഗേറ്റ് ഡൈൻ ആണ്. അപ്പൊ അതിന്റെ വേവ് ലെങ്ത് അബ്സോർപ്ഷൻ എവിടെ ആയിരിക്കും, 270 നാനോമീറ്ററിലായിരിക്കും. ഓക്കെ, നാലാമത്താണ് ആൽക്കൈൽ സബ്സ്റ്റന്റ് വരാന്നുണ്ടെങ്കിൽ. ആൽക്കൈൽ സബ്സ്റ്റന്റ് പറഞ്ഞാൽ നമുക്കറിയാം CS3 അല്ലെ. ഏതെങ്കിലും രീതിയിൽ ആൽക്കൈൽ സബ്സ്റ്റന്റ് വരാന്നുണ്ടെങ്കിൽ അവിടെ അത് 5 നാനോമീറ്റർ ആയിട്ട് കണക്കാക്കണം. ഓക്കെ, പിന്നെ എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് വരാന്നുണ്ടെങ്കിൽ 5 നാനോമീറ്റർ. അതായത് എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ, ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു മോളിക്യൂൾ ഉണ്ട്, അതിന്റെ പുറത്ത് ഇങ്ങനെ കണ്ടോ, ഇതാണ് എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട്. ഈ റിങ്ങിന്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുന്ന ഡബിൾ ബോണ്ട്, റിങ്ങിന്റെ ഉള്ളിൽ വരാൻ പാടില്ല, പുറത്തായിട്ടുള്ള ഡബിൾ ബോണ്ട് ആണ് എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത്. അത് 5 നാനോമീറ്റർ ആണ് അതിന്റെ അത് അബ്സോർബ് ചെയ്യാം. പിന്നെ ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ അങ്ങനെ വരാം, അതായത് കോൺജുഗേഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം. നമുക്കിപ്പോ ഒരു ബേസ് തരാണ്, അതിനപ്പുറത്തേക്ക് പോവാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ എടുക്കാന്ന് വെച്ചോളൂ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ നമ്മൾ ഹെട്രോന്യൂക്ലിയർ ഡൈനിൽ പറഞ്ഞ സംഭവം, ഇതിപ്പോ ഒരു കോൺജുഗേഷൻ ആണ്, ഒറ്റ കോൺജുഗേഷൻ ഉള്ളൂ. പുറത്ത് ഇവിടെ എക്സ്ട്രാ ഒന്നും കൂടി വന്നു, അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, +30 ഇവിടെ ആഡ് ചെയ്യണം. ഓൾറെഡി ഇതിന്റെ ബേസ് വാല്യൂ എന്ന് പറയുന്നത് 215 ആണ് ഹെട്രോന്യൂക്ലിയർ ഡൈനിന്റെ, അതിന് കൂടുതൽ ഇവിടെ എക്സ്ട്രാ കോൺജുഗേഷൻ വന്നുകൊണ്ട് +30 നമ്മൾ ആഡ് ചെയ്യുന്നു. ക്ലിയർ ആയി? അങ്ങനെ നമ്മൾ ഫൈനൽ വേവ് ലെങ്ത് കണ്ടുപിടിക്കാം. അപ്പൊ അത് അവിടെ അങ്ങനത്തെയാണ് എന്ത് പറയുന്നത്, ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ക്ലിയർ ആവും. ഇത് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്താൽ നമുക്ക് തറവാവുള്ളൂ. വാല്യൂസ് ഒക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തതാണ് നമ്മൾ പഠിക്കാം. ഇനി ഏറ്റവും സിമ്പിൾ ആയിട്ട് മോളിക്യൂൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലാംഡ മാക്സ് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുന്നത്, ഡബിൾ ബോണ്ട് ശരിയാവുന്നില്ല. ഓക്കെ, ഇതാണ് നമ്മൾ, ഇത് ആക്ച്വലി ബ്യൂട്ടഡൈൻ തന്നെയാണ്. ബ്യൂട്ടഡൈനിന്റെ ബ്യൂട്ടഡൈനും കുറച്ച് സബ്സ്റ്റുവൻസും ഉണ്ട് അല്ലെ, ബ്യൂട്ടഡൈൻ പ്ലസ് സബ്സ്റ്റുവൻസും ഉണ്ട്. അതായത് ഇങ്ങനെ സബ്സ്റ്റുവൻസ് ഞാൻ ഇവിടെ സെക്കൻഡ്, ബ്യൂട്ടഡൈൻ്റെ കൂടെ നമുക്ക് ആൽക്കൈൽ സബ്സ്റ്റന്റ് വെക്കാം കേട്ടോ, എന്നാൽ നമുക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ബ്യൂട്ടഡൈൻ, അതിന്റെ കൂട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു സബ്സ്റ്റന്റ് ഉണ്ട്, അല്ലെ ഇവിടെ സബ്സ്റ്റന്റ് ഉണ്ട്, CH3. CH3 ഒന്നും കാണിച്ചോളന്നില്ല കേട്ടോ, ജസ്റ്റ് ലൈൻ മാത്രം ഉണ്ടോ മനസ്സിലാക്കണം ഇവിടെ CH3 എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം, ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും, ആദ്യം ബേസ് സ്ട്രക്ചർ ഏതാണ് മനസ്സിലാക്കണം, അതാണ് ഫസ്റ്റ് നമ്മൾ അജണ്ട എന്ന് പറയുന്നത്. ബേസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്രയും ഏരിയ, ഇത് ബ്യൂട്ടഡൈൻ ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇത്ര ഏരിയ എന്താണ്, ബ്യൂട്ടഡൈൻ ആണ് അല്ലെ, ബ്യൂട്ടഡൈൻ ആണ്. ഇപ്പൊ ബ്യൂട്ടഡൈന്റെ ബേസ് വാല്യൂ ബ്യൂട്ടഡൈൻ ആണെന്നുണ്ടെങ്കിൽ എത്രയാണ് നമ്മൾ പറഞ്ഞത് നാനോമീറ്റർ, ഈ കേസിൽ ഇതാണ് 270 നാനോമീറ്റർ ആണ്. അപ്പൊ ആദ്യം എന്ത് എഴുതാം, 217 എഴുതാം. 217 കിട്ടി. ഇനി നമുക്ക് രണ്ട് സബ്സ്റ്റുവന്റ് ഉണ്ട് അല്ലെ, അതായത് ഇവിടെ CS3 ഗ്രൂപ്പ്, ഇവിടെ CS3 ഗ്രൂപ്പ്, രണ്ടും എന്താണ്, ആൽക്കൈൽ സബ്സ്റ്റുവന്റ് ആണ്. അപ്പൊ ഒരു ആൽക്കൈൽ സബ്സ്റ്റുവന്റ് ആണെന്നുണ്ടെങ്കിൽ എത്ര വരും, അത് 5 നാനോമീറ്റർ ഒന്ന്. അപ്പൊ രണ്ടിനും കൂടി നമുക്ക് എന്ത് ചെയ്യും, 10 നാനോമീറ്റർ വരും. 270 + 10 = എത്ര ആൻസർ വരിക, 227 നാനോമീറ്റർ ആണ് നമ്മുടെ ലാംഡ മാക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ ബേസ് സ്ട്രക്ചർ ഏതാ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഈ സംഭവം നമ്മുടെ മൈൻഡ് നല്ലോണം വേണം. ഏതൊക്കെയാണ് നമുക്ക് ബേസ് ആയിട്ട് ഇടുന്നത്, ഹോമോനുലാർ ഡൈൻ. അപ്പൊ ഇങ്ങനെ സംഭവം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഹോമോനുലാർ ഡൈൻ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. കുറെ എക്സ്റ്റൻഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ബേസ് സ്ട്രക്ചർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മുടെ അജണ്ട. ഓക്കെ, ഇത് നമ്മുടെ മൈൻഡിൽ നല്ലോണം കയറ്റണം. ഹോമോനുലാർ ഡൈൻ, ഹെട്രോന്യൂക്ലിയർ ഡൈൻ, അതുപോലെ ഉണ്ടോ ഡിഫറെന്റ് റിംഗിൽ കോൺജുഗേഷൻ വരുന്നത് ബ്യൂട്ടഡൈനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സൈക്ലിക് കോൺജുഗേറ്റ് ഡൈൻ ആയാലും ഇത് തന്നെയാണ് വരിക. പിന്നെ അത്രയാണ്. പിന്നെ സബ്സ്റ്റുവൻസ്, ആൽക്കൈൽ സബ്സ്റ്റുവന്റ്, എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ, ഇത്രയും കാര്യങ്ങൾ എന്താണ് നമ്മൾ ഓർത്ത് വെക്കണം കേട്ടോ. ഇത് സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചറാണ്, നമുക്ക് എളുപ്പം ആൻസർ കിട്ടി. രണ്ടാമത്തെ നമുക്ക് വേറെ നോക്കാം. ഇത് കുറച്ച് നമുക്ക് എന്താണ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇതാണ് സ്ട്രക്ചർ കേട്ടോ, കുറച്ച് വലിയ സ്ട്രക്ചർ ആണ്, എന്നാലും കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ രണ്ട് റിംഗ് വന്നിട്ടുണ്ട്, എന്നിട്ട് ഇവിടെ രണ്ടിടത്ത് ഡബിൾ ബോണ്ട് ആണ്. ഓക്കെ, ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്, ഇവിടെ ഒരു ആൽക്കൈൽ സബ്സ്റ്റുവന്റ്. ഓക്കെ, ഇവിടെ ഒരു ആൽക്കൈൽ സബ്സ്റ്റുവന്റ്. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. മോളിക്യൂൾ ഇതാണ്. എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു, നമ്മൾ ബേസ് സ്ട്രക്ചർ കണ്ടുപിടിക്കണം. അത് കണ്ടിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ട് നമുക്ക് ഏത് ഓർമ്മ വരുന്നതില്, ഏത് ഓർമ്മ വരുന്നത്, ഈ ഒരു
റിംഗ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്, ഒരേ റിംഗിന്റെ ഉള്ളിൽ കോൺജുഗേഷൻ അല്ലെ, കണ്ടോ, ഒരേ റിംഗ്, ഒറ്റ റിംഗിനുള്ളിൽ രണ്ട് ഡബിൾ ബോണ്ട് കോൺജുഗേഷൻ നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കുന്നത്, ഹോമോ അനുലാർ ആണ്, ഹോമോ അനുലാർ ഡൈൻ ആണ്. അതിന്റെ ബേസ് വാല്യൂ എത്രയാ, നമുക്കറിയാം 250 നാനോമീറ്റർ. അത് പഠിച്ചേക്കണം കേട്ടോ, 250 നാനോമീറ്റർ ആണ്. ഓക്കെ, അത് എളുപ്പത്തിൽ കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആൽക്കിൽ സബ്സ്റ്റിറ്റ്യൂന്റ് കണ്ടുപിടിക്കണം. അത് കുറച്ച് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. എങ്ങനെ കണ്ടുപിടിക്കാം ആൽക്കിൽ സബ്സ്റ്റിറ്റ്യൂന്റ്? ഇങ്ങനത്തെ റിംഗ് വരുമ്പോൾ, ഇപ്പൊ ഇവിടെ നമുക്ക് ബ്യൂട്ടഡൈന്റെ കേസിൽ നമുക്ക് ഈസി ആണ്, ഇവിടെ കണ്ടാൽ തന്നെ അറിയാം 2 CH3 ഉണ്ട്, ഈസിയാണ് കണ്ടുപിടിക്കാൻ. പക്ഷെ ഇങ്ങനത്തെ റിങ്ങുകൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ, നമ്മൾ ഡബിൾ ബോണ്ട് കണ്ടില്ലേ, കോൺജുഗേഷനുള്ള ഡബിൾ ബോണ്ട്, അതിന്റെ അപ്പുറത്തുള്ള അതിന്റെ തൊട്ടടുത്തുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകളാണ് എടുക്കേണ്ടത്. അതായത് ഈ ഒരു ഡബിൾ ബോണ്ട് എടുക്കുകയാണെന്ന് വെച്ചോളൂ, ഈ ഡബിൾ ബോണ്ട് എടുത്തു. ഈ ഡബിൾ ബോണ്ട് അടുത്തുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ഏതൊക്കെയാ, ഒന്ന് ഇതും പിന്നെ ഒന്ന് ഇതും, ഇങ്ങനെ രണ്ടെണ്ണം. ഈ ഡബിൾ ബോണ്ട് അടുത്തുള്ള രണ്ട് ബോണ്ടുകൾ, രണ്ട് സിംഗിൾ ബോണ്ടുകൾ എന്ത് ചെയ്യുക, ആൽക്കൈൽ ഗ്രൂപ്പ് ആണ്. അതായത് ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്, കാർബൺ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഇവിടെ ഉണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എടുക്കുക. അപ്പൊ നമ്മൾ നോട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് നോക്കിയാൽ മതി, ഇങ്ങനെ ഗ്രൂപ്പിന്റെ കാര്യം ആലോചിക്കണ്ട, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഡബിൾ ബോണ്ട് അടുത്തുള്ള രണ്ട് സിംഗിൾ ബോണ്ടുകൾ, അതാണ് നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ് ആയിട്ട് എടുക്കുക കേട്ടോ. ആൽക്കൈൽ ഗ്രൂപ്പ് തന്നെയാണ് ഇവിടെ അല്ലെ, ഇത് ആൽക്കൈൽ ഗ്രൂപ്പ് ആണ്, CH2 എന്നൊക്കെ വരും അല്ലെ. അപ്പൊ അതാണ്. പക്ഷെ നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആ സിംഗിൾ ബോണ്ടിന് അവിടെ, സെക്കൻഡ്, ഇത് മാത്രം വായിക്കണം. ഓക്കെ, ആ സിംഗിൾ ബോണ്ട് അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി, ഈ ഒരു വരട്ട് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് രണ്ടെണ്ണം കിട്ടി. ഈ ഡബിൾ ബോണ്ട് എടുത്ത് രണ്ടെണ്ണം. ഈ ഡബിൾ ബോണ്ടോ, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ അടുത്തുള്ള ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ഇവിടെ, ഇത് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് കോൺജുഗേഷനിലുള്ള ഡബിൾ ബോണ്ട്, അതിന്റെ അടുത്തുള്ള സിംഗിൾ ബോണ്ടുകളാണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്, ആൽക്കൈൽ ഗ്രൂപ്പ് ആയിട്ട് എടുക്കേണ്ടത്. ക്ലിയർ ആയി? ഇപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പ് എത്ര ഉണ്ട്, 3 ഉണ്ട്, 1 2 3 അല്ലെ, 3 ആൽക്കൈൽ ഗ്രൂപ്പ്. 3 ആൽക്കൈൽ ഗ്രൂപ്പ് ആവുമ്പോൾ അവിടെ എന്ത് വരും, നമുക്ക് എത്ര വരും, ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് 5 ആണ് അല്ലെ, അപ്പൊ 5 × 3 15 നാനോമീറ്റർ. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന അടുത്തൊരു കാര്യമാണ്, ഇത് ജസ്റ്റ് ഞാൻ റിമൂവ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ നോക്കേണ്ട ഒരു കാര്യമാണ്, ഈ റിംഗ് നോക്കിക്കേ, നമ്മളിപ്പോ ഈ റിംഗ് കൺസിഡർ ചെയ്യാം. ഈ റിംഗ് ഞാൻ റെഡ് കൊണ്ടൊന്ന് വരയ്ക്കാം. ഈ റിംഗ് ആണ്, ഇത് നമ്മളെ റിംഗ് അല്ലേ. ഈ റിംഗിന്റെ പുറത്ത് കിടക്കുന്ന ഡബിൾ ബോണ്ട് അല്ലേ ഇത്, അല്ല ഇതിപ്പോ ഇങ്ങനെ നിൽക്കുന്നത്, അതായത് ജസ്റ്റ് വരച്ച് കാണിച്ചു തരാം. രണ്ടാമത്തെ റിംഗ് ആണ് വരയ്ക്കുന്നത് കേട്ടോ, രണ്ടാമത്തെ റിംഗ്, അതിന്റെ പുറത്ത് ഡബിൾ ബോണ്ട്. അങ്ങനെ ഇപ്പൊ ഇത്രയും ഏരിയ കണ്ടോ, ഇത്രയും സ്ട്രക്ചർ അതല്ലേ. അപ്പൊ ഇത് എന്ത് ഡബിൾ ബോണ്ടാ, ഇതാണ് എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട്. ഇത് എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ആണ് അല്ലെ, എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട്. അപ്പൊ അതിന്റെ നാനോമീറ്റർ വേവ് ലെങ്ത് എത്ര നമ്മൾ കൺസിഡർ ചെയ്യാം. എത്രയാണ് എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട്, ഒരു എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് 5 അല്ലെ, ഒറ്റ ഒന്നുള്ളൂ, 5 നാനോമീറ്റർ. കിട്ടിയില്ലേ, അത് നമ്മൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അതും കൂടി നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. അത് പറഞ്ഞ് ക്ലിയർ ആയി വിചാരിക്കുന്നത്, എക്സോസൈക്ലിക് എങ്ങനെ കണ്ടുപിടിക്കാം. റിംഗ് വരുമ്പോൾ നമുക്ക് എന്തായിരിക്കും, ഇതൊക്കെ കുറച്ച് കൺഫ്യൂഷൻ വരും. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഈ ആൻസർ കിട്ടും. ഓക്കെ, ഈ റിംഗ് പോയി അല്ലേ, സോറി, ഈ ഒരു സെക്കൻഡാ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള സ്ട്രക്ചർ അല്ലെ. ഇപ്പൊ ഡബിൾ ബോണ്ട് ക്ലിയർ ആയില്ലേ. ഈ റിംഗിന് ഇതാ ഈ ഒരു സംഭവം ഇത്രയും എന്താണ്, എക്സോസൈക്ലിക് ആണ് കേട്ടോ. അതിന്റെ പുറത്ത് കിടക്കുന്ന ഈ ഒരു ഡബിൾ ബോണ്ട് ആയിട്ടാണ് ഇങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അത് എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ആണ്. ക്ലിയർ ആയി വിചാരിക്കുന്നു. നമുക്ക് എല്ലാം കൂടി ആഡ് ചെയ്യാം. എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 315 15 5 അല്ലെ, എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും. അയ്യോ, ഞാൻ ഇവിടെ ഒരു മിസ്റ്റേക്ക് ചെയ്തു. ഹോമോലാർ ഡൈൻ 215 അല്ല കേട്ടോ, ഇത് മിസ്റ്റേക്ക് എഴുതാണ്. ഹോമോലാർ എത്ര നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഹോമോലാർ ആകുമ്പോൾ 253 ആണ് അല്ലെ. ഹോമോലാർ 253 ആണ്. ഹെട്രോ ന്യൂക്ലിയർ ആണ് 215. അപ്പൊ ഞാൻ 215 അറിയാതെ എഴുതിപ്പോയതാണ്. സോ 253 വരും. ഓക്കെ, 253 വരും കേട്ടോ. ഇവിടെ ഒരേ റിംഗിലാണ് കോൺജുഗേറ്റ് ഡബിൾ ബോണ്ട്, സോ ഹോമോലാർ ആണ്. അപ്പൊ 253 പ്ലസ് 15 പ്ലസ് 5 അല്ലെ, അപ്പൊ എന്താ ആൻസർ കിട്ടും, 273 നാനോമീറ്റർ ആണ് നമ്മൾ ഇവിടുത്തെ ആൻസർ. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ. ഇപ്പൊ ഇവിടെ നമ്മൾ എല്ലാതും അപ്ലൈ ചെയ്തു, നമ്മൾ പഠിച്ച റൂളുകളൊക്കെ. ജസ്റ്റ് ഒറ്റ കൂടെ നമുക്ക് ഇതിൽ ചെയ്യാം. ഈ ഒരു സ്ട്രക്ചർ കുറച്ച് വലുതാണ് കേട്ടോ, എന്നാലും ഈസി ആണ്. ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ് സംഭവം. രണ്ട് അല്ലെ റിങ്ങുകൾ വന്നു, മൂന്ന് റിങ്ങും കൂടി ഉണ്ട്. ഓക്കെ, ഇതിന് മൂന്ന് റിങ്. ഈ റിങ്ങിൽ രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ്, ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഡബിൾ ബോണ്ട് പറയാനുണ്ടെങ്കിൽ ഇങ്ങനെ.
ഓക്കെ, ഇവിടെ ഏതാണ് ബേസ് സ്ട്രക്ചർ? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ബേസ് സ്ട്രക്ചർ കണ്ടുപിടിക്കണം. ഏതാ ബേസ് സ്ട്രക്ചർ? ഈസി ആണ്. നോക്കി, ഈ ഒറ്റ റിംഗ് എടുത്താൽ മതി. ഈ റിംഗിൽ 2 ഡബിൾ ബോണ്ട് കോൺജുഗേഷനിലാണ് അല്ല. അപ്പൊ ഇവിടെ എന്ത് തന്നെയാണ്? ഹോമോ അൻലാർ ആണ് അല്ലെ? ഹോമോ അൻലാർ ആണ്. ഹോമോ ഇസ്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പൊ എത്ര നാനോമീറ്റർ വരും? 253 നാനോമീറ്റർ. ഇവിടെ ഇപ്പൊ നമുക്ക് 2 റിംഗിലും ഇവിടെ കോൺജുഗേഷൻ ഇല്ല നമുക്ക് ഫീൽ ചെയ്യും അല്ലെ? കാരണം ഇവിടെ എന്തുണ്ട്? ഓക്കെ, ഇവിടെ എന്തുണ്ട്? ഇതാ കണ്ടോ, ഇങ്ങനെ ഇത്രയും ഏരിയ നോക്കുമ്പോൾ നമുക്ക് തോന്നും ഹെട്രോന്യൂക്ലിയർ ആണ്. കാരണം 2 റിംഗ് ഉണ്ട് അല്ലെ? 2 റിംഗിൽ ഡിഫറെന്റ് ഡബിൾ ബോണ്ട് കോൺജുഗേഷൻ ഒക്കെ തോന്നും. പക്ഷെ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ വാല്യൂ നമുക്ക് എന്താ വരിക? ഹോമോ എടുക്കുമ്പോൾ വരിക. ഹെട്രോ എടുത്താലും എടുക്കാം, പക്ഷെ നമ്മൾ ഹോമോ എടുക്കുന്ന കാരണം നാനോമീറ്റർ കൂടുതൽ 253 അല്ലേ? നമ്മൾ ജസ്റ്റ് അത് ബേസ് എടുക്കുന്നത് മാത്രം കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ഹോമോ അൻലാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ഹോമോ അൻലാർ വെച്ചിട്ട് എടുക്കാം. അപ്പൊ അത് കിട്ടി. അപ്പൊ അതായി. ഇനി നമ്മൾ നോക്കേണ്ടത് ആൽക്കിൽ ഗ്രൂപ്പുകൾ അല്ലെ? നോക്കേണ്ടതല്ലേ? പിന്നെ മുന്നൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ നമുക്ക് ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ ഇല്ലേ? ഇതാണ് നമ്മുടെ ബേസ് ആയിട്ടുള്ള സംഭവം അല്ലെ? ഇതിന്റെ അടുത്ത് കിടക്കുന്ന ഈ ഡബിൾ ബോണ്ട് ഇതെന്താ? ഈ കോൺജുഗേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നതല്ലേ? അതായത് ഓൾറെഡി 2 ഡബിൾ ബോണ്ട് എന്താണ്? കോൺജുഗേഷനിലാണ്. അതിന്റെ അപ്പുറത്ത് ഇവിടെ ഒരു കോൺജുഗേഷൻ ആണ്. ഒരു സിംഗിൾ ബോണ്ടിന് ശേഷമാണ് പിന്നെ ഡബിൾ ബോണ്ട് വരുന്നത്. സോ അതെന്താണ്? ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ ആണ് കേട്ടോ. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യണം? വാല്യൂ എടുക്കണം. എത്ര വാല്യൂ വരും? 30 നാനോമീറ്റർ ആണ് ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതും കൂടി എടുക്കാം. ഓക്കെ, ഇത് ക്ലിയർ ആയില്ലേ? കാരണം ഇത്രയും 2 ബോണ്ട് കോൺജുഗേഷനിലാണ് ഹോമോ അൻലാറിൽ. ഇതിന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇതും എന്താണ്? ഇതിന്റെ കോൺജുഗേഷൻ കിടക്കാണ്. എക്സ്ട്രാ കോൺജുഗേഷൻ ആണ്. നമുക്ക് ബേസ് ഇത്രേ ഉള്ളൂ, അതാണ് 253. പക്ഷെ അതിന് എക്സ്ട്രാ ആയിട്ട് വരുന്ന ഈ സംഭവം എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ ആണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അത് വാല്യൂ എടുക്കുന്നത്. അപ്പൊ എന്താണ്? ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ, ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് അല്ലെ? എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ ആണ്. ഓക്കെ, എത്ര വരും? അതിന്റെ വാല്യൂ എത്രയാ? നമ്മൾ പഠിച്ചിട്ടുണ്ട് 30 നാനോമീറ്റർ. അത് ക്ലിയർ. അപ്പൊ രണ്ടും കിട്ടി. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത്, ഓക്കെ ഇതൊക്കെ റിമൂവ് ചെയ്യാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള എന്താ? എക്സോ ബോണ്ട് നോക്കാം. എക്സോ ബോണ്ട് ഉണ്ടോ? ഇവിടെ ഉണ്ട്. ഈ ഒരു റിംഗ് എടുക്കുക, ഈ ഫസ്റ്റ് റിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് എക്സോ ബോണ്ട് ആണ് ഈ ഡബിൾ ബോണ്ട് അല്ലെ? ഫസ്റ്റ് റിംഗിന് എക്സോ ബോണ്ട് ആണ് ഈ ഡബിൾ ബോണ്ട്. അപ്പൊ എക്സോ ബോണ്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ എക്സോ ബോണ്ട് അത് മാത്രമേ ഉള്ളൂ. ഇവിടെ എക്സോ ബോണ്ട് കിട്ടി. അടുത്തതോ? ഈ ബോണ്ട് കിട്ടിയില്ല. ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മൾ മുകളിൽ നിൽക്കുന്ന റിംഗ്, ഈ റിംഗ് ഇത് അല്ലെ? ഇതിന് എക്സോ ബോണ്ട് ആണ് ഈ ബോണ്ട് അല്ലെ? സിമ്പിൾ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. സോ 2 എക്സോ ബോണ്ട് ഇവിടെ ഉണ്ട്. മുകളിൽ റിംഗിനുണ്ട്, താഴത്തെ ഈ റിംഗിനുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് എക്സോ ബോണ്ടുകൾ? ഈ റിംഗിന് ഇതാണ് എക്സോ ബോണ്ട് ആണ്. ഈ മുകളിലെ റിംഗിന് ഇത് എക്സോ ബോണ്ട് ആണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് എക്സോ ബോണ്ട് നമുക്ക് എത്ര എടുക്കാം? 2 into 5 രണ്ടെണ്ണം വരും. സോ 10 നാനോമീറ്റർ. എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് നമ്മൾ പറയാം അല്ലെ? എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ആണ് എക്സോ ബോണ്ട് കേട്ടോ. അപ്പൊ രണ്ടും കിട്ടി. ഫൈനൽ നോക്കാള് ആൽക്കിൽ ഗ്രൂപ്പുകളാണ്. നിശ്ചിത റിമൂവ് ചെയ്യാണ്. ആൽക്കിൽ ഗ്രൂപ്പ്. ഓക്കെ, ഇനി നമുക്ക് ആൽക്കിൽ ഗ്രൂപ്പ് നോക്കാം. എത്ര ആൽക്കിൽ ഗ്രൂപ്പ് ഉണ്ട്? ഇവിടെ നമ്മൾ ഡബിൾ ബോണ്ട് ഇതാ കിടക്കും അല്ലെ? ഡബിൾ ബോണ്ട് ഇതാ ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്. പിന്നെയോ ഈ ഡബിൾ ബോണ്ട് അപ്പുറത്തും ഇപ്പുറത്ത് 2 സിംഗിൾ ബോണ്ട് നമ്മൾ കണ്ടു. ഈ ഡബിൾ ബോണ്ട് ഇവിടെ സിംഗിൾ ബോണ്ട്, ഈ ഡബിൾ ബോണ്ട് അപ്പുറത്തും റൈറ്റ് സൈഡിൽ സിംഗിൾ ബോണ്ട്. അങ്ങനെ രണ്ടെണ്ണം കിട്ടി. 2 ആൽക്കിൽ ഗ്രൂപ്പായി. പിന്നെ നമ്മൾ വരുമ്പോൾ നമുക്ക് ഈ ഡബിൾ ബോണ്ട് കണ്ടോ? ഇതില്ലേ? ഇതിന്റെ മുകളിലായിട്ട് എന്തുണ്ട്? ഒരു സിംഗിൾ ബോണ്ട് ഇല്ലേ? അതായത് ഇത് ഏതാണ് വരുന്നത്? മിനിറ്റ് റിമൂവ് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, അത് പോയി. അതായത് ഇത് സിംഗിൾ ബോണ്ട് അല്ലേ? കഴിഞ്ഞോ? ഇനി ഉണ്ടോ? ഒന്നും കൂടി ഉണ്ട്. ഏതാണ്? നമ്മൾ എക്സ്റ്റെൻഡഡ് ആയി കിടക്കുന്ന ഈ ഡബിൾ ബോണ്ട്. ഇതിന്റെ ഇപ്പുറത്തും എന്തുണ്ട്? സിംഗിൾ ബോണ്ട് ഉണ്ട്. ക്ലിയർ ആയാലും അപ്പൊ ഇത്ര നമുക്ക് സിംഗിൾ ബോണ്ടുകൾ. വേറെ ഏതെങ്കിലും പോസിബിലിറ്റി ഉണ്ട്? നമ്മൾ ദൂരം എടുക്കരുത് കേട്ടോ. ഇതൊന്നും എടുക്കാൻ പാടില്ല. കാരണം നമുക്ക് കഴിഞ്ഞു പോയില്ലേ? നമ്മൾ ഡബിൾ ബോണ്ട് അടുത്തുള്ള സിംഗിൾ ബോണ്ടുകൾ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കോൺജുഗേഷനിലുള്ള ഡബിൾ ബോണ്ട് അത് എടുത്ത് പറയണം. കോൺജുഗേഷനിലുള്ള ഡബിൾ ബോണ്ട് ആയിരിക്കണം. അതുകൊണ്ട് നമ്മൾ എന്തെടുത്തത്? ഈ ഒരു ഡബിൾ ബോണ്ട് എടുത്തത് ഇത് നമ്മൾ എടുക്കാൻ കാരണം എന്താ? കാരണം ഈ ഡബിൾ ബോണ്ട് ഇതുമായിട്ട് കോൺജുഗേഷനിലാണ്. സോ കോൺജുഗേഷൻ ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ അടുത്തുള്ള ആൽക്കിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഒരു സിംഗിൾ ബോണ്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇത് കണ്ടുപിടിക്കാനാണ് സാർ എല്ലാവർക്കും ഡൗട്ട് വരാറ്, ആൽക്കിൽ ഗ്രൂപ്പ് എങ്ങനെ കൗണ്ട് ചെയ്യുന്നുള്ളത്. അപ്പൊ ഇത് ശ്രദ്ധിച്ച് ഒന്നും കൂടി ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ആൽക്കിൽ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്നുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബേസ് സ്ട്രക്ചർ നമ്മൾ കണ്ടുപിടിച്ചു. ബേസ് സ്ട്രക്ചർ ഒരു ഹോമോ അൻലാർ ഡൈ നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ നോക്കേണ്ടത്
അതിൽ ആ ഹോമോലാർ ഡൈ എന്ന് പറയുമ്പോൾ അവിടെ 2 ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കും, കോൺജുഗേഷനിലായിരിക്കും വിത്തിൻ വൺ സെയിം റിംഗ് അല്ലെ. പിന്നെ നമ്മൾ എക്സ്റ്റെൻഡഡ് ആയിട്ട് കോൺജുഗേഷൻ ഉണ്ടോ നോക്കണം. ഈ നമ്മളെ റിംഗിന് പുറത്ത്, ഇതാണ് നമ്മളെ റിംഗ് ബേസ്, അതിന് പുറത്ത് ഉണ്ടോ നോക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഒരു എക്സ്ട്രാ ആയിട്ട് ഡബിൾ ബോണ്ട് കിട്ടി, അത് നമ്മുടെ ബേസ് റിംഗുമായിട്ട് കോൺജുഗേഷനിലുമാണ്. ഇത്ര നമ്മൾ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ആൽക്കൈൽ ഗ്രൂപ്പ് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, നമ്മൾ ഡബിൾ ബോണ്ടുകൾ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ എന്ത് ചെയ്താൽ മതി, ഈ ഡബിൾ ബോണ്ടിന്റെ അടുത്തുള്ള സിംഗിൾ ആയിട്ടുള്ള ബോണ്ടുകൾ നോക്കിയാൽ മതി. ഈ ഡബിൾ ബോണ്ട് അടുത്തുള്ള സിംഗിൾ ബോണ്ടാണ് ഇത്, പിന്നെ ഇതും അല്ലെ, അതായത് ഇതിന്റെ അടുത്ത് ഈ 2 ബോണ്ടല്ലേ ഉള്ളത്. അതേപോലെ നമുക്ക് ഇവിടെ ഒരു ബോണ്ട്, ഇതിന്റെ അടുത്തുള്ള സിംഗിൾ ബോണ്ട് ഏതാ, ഇതിലുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു ബോണ്ട്, ഇതിന്റെ അടുത്തുള്ള സിംഗിൾ ബോണ്ട് ഏതാണ്, ഇതേ ഉള്ളൂ. സിമ്പിൾ അല്ലേ, ഇങ്ങനെ നമുക്ക് 4 ആൽക്കൈൽ ഗ്രൂപ്പ് സുഖമായിട്ട് കിട്ടി. അപ്പൊ പിന്നെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, ഈ നടുവിലുള്ള ഡബിൾ ബോണ്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് എടുക്കണമെന്നുള്ളതായിരിക്കില്ല. ഈ 2 ഡബിൾ ബോണ്ടിനും ഇടയിലുള്ളത് ഇത് നമ്മൾ എന്ത് ചെയ്യണ്ട, കൺസിഡർ ചെയ്യണ്ട കേട്ടോ. കാരണം അവിടെ ഒന്നുമില്ല. ആക്ച്വലി ഗ്രൂപ്പ് എന്തെങ്കിലും ഉണ്ടോ, സിംഗിൾ ബോണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ഗ്രൂപ്പ് ഒന്നും ഇല്ല. അതായത് നമ്മൾ ഇത് എടുക്കാൻ കാരണം എന്താ, ഈ ഒരു ഇതായിട്ട്, കാരണം ഇവിടെ ഒരു സി എന്ന് പറഞ്ഞ സി എച്ച് എന്ന സംഭവം ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ ഇവിടെ എന്തുണ്ട്, എന്തൊക്കെയോ സി ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ കാർബൺ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ അതേപോലെ CH2 ഉണ്ട് അല്ലെ, അതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എടുക്കുന്നത്. ഇവിടെ നടുവിലൊന്നും ഇല്ല അല്ലെ, ഇവിടെ ഇതും ഡബിൾ ബോണ്ട് കാർബൺ, ഇതും ഡബിൾ ബോണ്ട് കാർബൺ, ഇങ്ങോട്ട് ഇങ്ങനെ സി ഡബിൾ ബോണ്ട് സി, ഇത് ഇങ്ങോട്ട് ഇങ്ങനെ സി ഡബിൾ ബോണ്ട് സി, അവിടെ വേറെ ആൽക്കൈൽ ഗ്രൂപ്പ് ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ ഈ 2 ഡബിൾ ബോണ്ട് ഇടയിലുള്ള ഈ സംഭവം അത് കൺസിഡർ ചെയ്യുന്ന ലോജിക് ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡബിൾ ബോണ്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ള ലെഫ്റ്റും റൈറ്റും ഉള്ള ഓക്കെ അങ്ങനത്തെ ആൽക്കൈൽ ഗ്രൂപ്പ് നമ്മൾ എന്ത് ചെയ്തു, കൺസിഡർ ചെയ്തു. ക്ലിയർ ആയില്ലേ? ഓക്കെ ഓക്കെ, അത്രയ്ക്ക് മതി. അപ്പൊ നമ്മളിങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇത് ക്ലിയർ ആയി വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ഫൈനലായിട്ട് നമുക്ക് ഇതിന് ആൻസർ കണ്ടുപിടിക്കാം കേട്ടോ. ഇപ്പൊ ഏതൊക്കെ ആഡ് ചെയ്യണം, നമുക്ക് 253 ഉണ്ട്, 30 ഉണ്ട്, പിന്നെ എക്സോ ബോണ്ട് ഉണ്ട്, 10 നാനോമീറ്റർ കിട്ടി. അപ്പൊ നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ് കൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും. ആൽക്കൈൽ ഗ്രൂപ്പ് എങ്ങനെ എഴുതാം, ആൽക്കൈൽ ഗ്രൂപ്പ് 4 കിട്ടിയില്ല. അപ്പൊ 4 ആൽക്കൈൽ ഗ്രൂപ്പ് വരുമ്പോ 4 ആൽക്കൈൽ 4 into 5, ഒന്ന് 5 ആണ്, സോ 20 നാനോമീറ്റർ. ഇപ്പൊ ടോട്ടൽ ആൻസർ എത്ര വരും, 253 പ്ലസ് 30 പ്ലസ് 10 പ്ലസ് 20. ആൻസർ ജസ്റ്റ് ആഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും, 313 നാനോമീറ്റർ കിട്ടും കേട്ടോ. 313 313 നാനോമീറ്റർ കിട്ടും. ക്ലിയർ ആയി? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ എന്ത് കഴിഞ്ഞു, ഈ ഒരു ഇത് കഴിഞ്ഞു. നമുക്കിനി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഒരു ടൈപ്പ് ഓഫ് മോളിക്യൂളോട് നോക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതായത് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ്, ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആകുമ്പോൾ അവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. അൺസാച്ചുറേറ്റഡ് എന്താ, കാർബണൽ കോമ്പൗണ്ട് കേട്ടോ. അൺസാച്ചുറേറ്റഡ് കാർബണൽ കോമ്പൗണ്ട്. ഇങ്ങനത്തെ കാർബണൽ കോമ്പൗണ്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് എന്ത് അറിയണം, ബേസ് വാല്യൂ അറിയണം. ബേസ് വാല്യൂ എന്ന് പറയുന്നത് 215 നാനോമീറ്റർ. ഓക്കെ, 215 നാനോമീറ്റർ ആണ്. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കാർബണൽ കോമ്പൗണ്ടിന്റെ ബേസ് ആയിട്ടുള്ള വാല്യൂ 215 നാനോമീറ്റർ ആണ്. ഇത് സൈക്ലിക് ആയാലും അല്ല, അസൈക്ലിക് ആയാലും കോൺജുഗേറ്റഡ് എന്തായാലും എങ്ങനെയായാലും എന്താണ് 215 ആണ്. അസൈക്ലിക്കും ആവാട്ടോ, പിന്നെ കോൺജുഗേറ്റഡ് ആയിരിക്കാം, എങ്ങനെ ആവാം. അപ്പൊ അതൊക്കെ എന്താണ് 250 നാനോമീറ്റർ വരും. ഇനി ചെറിയ ഡിഫറൻസ് ഉള്ളത് 5 മെമ്പേർഡ് റിംഗ് ആകുമ്പോൾ, അതായത് റിംഗ് എന്താണ് 5 മെമ്പേർഡ് റിംഗ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 202 വരുള്ളൂ. 5 മെമ്പേർഡ് റിംഗ് തന്നെയാണ് കേട്ടോ, ഇവിടെ അസൈക്ലിക് ഇല്ല. ഇവിടെ 5 മെമ്പേർഡ് റിംഗ് ആണെങ്കിൽ 202, അസൈക്ലിക്കും ബാക്കി 6 മെമ്പേർഡ് റിംഗുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 250 നാനോമീറ്റർ. അപ്പൊ ഇതാണ് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി? ഇനി അടുത്ത് നമുക്ക് ബാക്കി എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഒക്കെ അത് സെയിം തന്നെയാണ്. എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് 5 നാനോമീറ്റർ ഉണ്ട്. അതുപോലെ ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ ആണെങ്കിൽ 13 നാനോമീറ്റർ. നേരത്തെ പറഞ്ഞില്ല, അതിലൊന്നും വ്യത്യാസമല്ല. പിന്നെ ഇവിടെ ഒരു ഡിഫറൻസ് പറയുന്നത്, ഈ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കാർബണൽ കോമ്പൗണ്ടിന്റെ കൂടെ അവിടെ എക്സ്ട്രാ ആയിട്ട് എന്ത് വരുന്നു, ഒരു ഹോമോ അനുലാർ നേരത്തെ പഠിച്ച ഹോമോ അനുലാർ കോൺജുഗേറ്റഡ് ഡൈൻ, ഹോമോ അനുലാർ കോൺജുഗേറ്റഡ് ഡൈൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വാല്യൂ എത്ര ആയിരിക്കും, ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 39 നാനോമീറ്റർ. അതായത് ഇവിടെ എന്താ, നേരത്തെ നമ്മുടെ ഹോമോനുലാർ കോൺജുഗേറ്റഡ് ഡൈ എന്ന് പറഞ്ഞ ഈ സംഭവം നമ്മൾ എടുത്തില്ലേ. അപ്പൊ ഈ ഇങ്ങനെയൊക്കെ ഒരു സ്ട്രക്ചർ കണ്ടില്ലേ, ഇങ്ങനെ വരുമ്പോൾ ഇത് നമ്മൾ എന്തെടുത്തു, ഹോമോനുലാർ കോൺജുഗേറ്റഡ് ഡൈന എടുത്തു അല്ലെ. ഇതിന്റെ വാല്യൂ നേരത്തെ എന്തായിരുന്നു, 253 നാനോമീറ്റർ ഒക്കെ ആയിരുന്നു. പക്ഷെ അവിടെ എന്തില്ല, അവിടെ കാർബണിൽ ഗ്രൂപ്പ് ഒന്നുമില്ല. ഇങ്ങനെ വരുമ്പോഴാണ്. നേരെ മറിച്ച് കാർബണിൽ ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടെ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കാർബണൽ കോമ്പൗണ്ട് ആണ് നമ്മുടെ ബേസ് സ്ട്രക്ചർ. പിന്നെ അതിന്റെ കൂടെ ഇങ്ങനത്തെ ഒരു
ഹോമോലാർ ആയിട്ടുള്ള കോഞ്ചുഗേറ്റ് ഡൈൻ വരുമ്പോൾ അപ്പോൾ 39 നാനോമീറ്റർ എടുക്കണ്ട. 250 ഒന്നും അപ്പോൾ എടുക്കാൻ പറ്റില്ല. കാരണം ബേസ് വാല്യൂ അല്ല അത്, ബേസ് അല്ല അത്, ഇത് എക്സ്ട്രാ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് അപ്പോൾ അതിന്റെ വാല്യൂ എത്രയേ ഉള്ളൂ? 39 നാനോമീറ്റർ ഉള്ളൂ കേട്ടോ. നമുക്ക് വരുമ്പോൾ ക്ലിയർ ആകും. ജസ്റ്റ് ഓർത്ത് വെക്കാം. ഇങ്ങനെ പോസിബിലിറ്റി കൂടെ അതിലുണ്ട്. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് നമ്മുടെ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂവന്റ്. ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂവന്റ് അതെന്താണ്? നേരത്തെ നമ്മൾ 5 എന്നാ പറഞ്ഞല്ലേ, 5 നാനോമീറ്റർ പറഞ്ഞില്ലേ, ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ പൊസിഷൻസ് നോക്കണം. അപ്പൊ നമുക്കറിയാം ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്ന് പറയുമ്പോഴേ എങ്ങനെ വരുന്നത്? ഇപ്പോ ഇവിടെ ജസ്റ്റ് ഒരു CH3 എഴുതുന്നു ഞാൻ. ഒരു CH3 ഇങ്ങനെ കോമ്പൗണ്ട് കൺസിഡർ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് അസൈക്ലിക് ആയിട്ട് ലീനിയർ കോമ്പൗണ്ട് എടുക്കുന്നത് CHCO ഒരു CH3 ഉണ്ടായിക്കോട്ടെ. ഇങ്ങനെയൊക്കെ കോമ്പൗണ്ട് ആണല്ലേ. ഇതൊരു ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് അല്ലേ? ആണല്ലേ. കാരണം എന്താ? അൺസാച്ചുറേറ്റഡ് കാർബണൽ കോമ്പൗണ്ട് അല്ലേ? കാരണം C ഡബിൾ ബോണ്ടോ കാർബണൽ ഗ്രൂപ്പ് ഉണ്ട്. ഇതാ കാർബണൽ ഗ്രൂപ്പിന്റെ അടുത്തുള്ള പൊസിഷൻ ഇതാണ് ആൽഫ. C ഡബിൾ ബോണ്ടിന്റെ അടുത്തുള്ള പൊസിഷൻ ആൽഫ ആണ്. അതിന്റെ അപ്പുറത്തുള്ള പൊസിഷൻ, തൊട്ടടുത്തുള്ള പൊസിഷൻ ബീറ്റ ആണ്. ഇങ്ങനെയാണ് വരുന്നത്. ഇതെല്ലാവർക്കും അറിയാലോ അല്ലെ? ഇത് ഇങ്ങോട്ട് കാണുന്നുണ്ടാവില്ല അല്ലെ? ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വെക്കാം കേട്ടോ. ഒരു സെക്കൻഡ്. ഇപ്പൊ കാണുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. അപ്പൊ ഇതില് C ഡബിൾ ബോണ്ട് O എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. അതിന്റെ അടുത്തുള്ള കാർബൺ ആൽഫ ആണ്. അതിന്റെ ഇപ്പുറത്ത് ഒന്നുകൂടെ അങ്ങോട്ട് പോയ ബീറ്റ ആണ്. പിന്നെ അങ്ങോട്ട് പോയ ഗാമ, അങ്ങനെയൊക്കെ പോകുന്നത്. ഗാമ ഡെൽറ്റ ഒക്കെ ഉണ്ട്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന തോറും. അപ്പൊ ഇങ്ങനെയാണ് പൊസിഷൻസ് വരുന്നത്. അപ്പൊ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂവന്റ് ആൽഫയിലാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് ആൽഫ പൊസിഷനിലാണ് നമ്മുടെ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂവന്റ് CH3 അല്ലെങ്കിൽ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂവന്റ് നിൽക്കാൻ വിചാരിച്ചോളൂ. അപ്പൊ എത്ര നാനോമീറ്റർ വരും? 10 നാനോമീറ്റർ. പിന്നെ ബീറ്റയിലാണെന്നുണ്ടെങ്കിലോ 12 നാനോമീറ്റർ എടുക്കണം. പിന്നെ ഗാമ അല്ലെങ്കിൽ പിന്നെ ഡെൽറ്റ അങ്ങനെ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവിടെ 18 നാനോമീറ്റർ. അങ്ങോട്ട് എത്ര പോയാലും പിന്നെ 18 ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആൽഫ മുതൽ ഇത് ഇവിടെ H ഉള്ളൂ, ഇവിടെ സബ്സ്റ്റന്റ് ഒന്നുമില്ല. ബീറ്റയിലോ സബ്സ്റ്റന്റ് ഉണ്ട്, കണ്ടോ CH3. നമ്മൾ 12 നാനോമീറ്റർ അവിടെ വരും. ക്ലിയർ ആയില്ല? ഇങ്ങോട്ട് പോരുത് കേട്ടോ. ഇവിടെ എന്തുണ്ടെന്ന് കാര്യമില്ല, ഇത് അപ്പുറത്തേക്കാണ്. നമ്മൾ എങ്ങോട്ട് ആൽഫ ബീറ്റ എടുക്കണ്ടേ? CO ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അൺസാച്ചുറേഷൻ ഡബിൾ ബോണ്ടിന് അങ്ങോട്ടാണ് ആൽഫയും ബീറ്റ ഒക്കെ എടുക്കുക. സോ മറ്റേ സൈഡ് എന്തുണ്ടെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യാൻ വേണ്ട. അവിടെ എന്ത് കോൺജുഗേഷൻ എന്തുണ്ടെന്ന് നോക്കുക വേണ്ട കേട്ടോ. ഈ സൈഡിലേക്ക് മാത്രം വരാം. അപ്പൊ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂവന്റിന്റെ വാല്യൂ കിട്ടിയല്ലോ. ഇങ്ങനെയൊക്കെയാണ് വാല്യൂ വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഈ ഒരു മോളിക്യൂൾ നോക്കിയേ. ഇതില് അതിനെ സിമ്പിൾ ആയ മോളിക്യൂൾ തരുന്നു കേട്ടോ. മിക്കവാറും നമുക്ക് റിംഗ് ആണ് തരാം കേട്ടോ. സ്ട്രേറ്റ് ലൈൻ കോമ്പൗണ്ട് അസൈക്ലിക് ആയിട്ടുള്ള കുറവാണ്. മിക്കവാറും റിംഗ് ആണ് തരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ ചെയ്യും? ഇപ്പൊ C ഡബിൾ ബോണ്ട് O ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് അൺസാച്ചുറേഷൻ ഉള്ള ആൽഫ ബീറ്റ കാർബണിൽ അൺസാച്ചുറേറ്റഡ് കാർബണിൽ കോമ്പൗണ്ട് എന്ന് ഉറപ്പിക്കാം. പിന്നെ റിംഗ് ആണ് നോക്കേണ്ടത്. 5 മെമ്പേർഡ് ആണെങ്കിൽ എത്രയായിരുന്നു? 202. ബാക്കിയുള്ള എല്ലാ റിംഗ് ആണെന്നുണ്ടെങ്കിലും അല്ലെ അസൈക്ലിക് ആണെന്നുണ്ടെങ്കിൽ എത്രയായിരുന്നു? 215 ആയിരുന്നു. ഇവിടെ 215 ആണ്. കാരണം നമുക്ക് 6 മെമ്പേർഡ് ആയിട്ട് റിംഗ് ആണ് അല്ലെ. 6 മെമ്പേർഡ് ആയതുകൊണ്ട് 215 ആണ്. നമ്മൾ ബേസ് വാല്യൂ എന്ത് എഴുതി? ബേസ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 215 നാനോമീറ്റർ എഴുതി. ഡൗട്ട് ഒന്നുമില്ല. ഇത് നമ്മൾ ആൽഫയും ബീറ്റയും കൊടുക്കാം. ഇതാണ് നമ്മളുടെ കാർബണിൽ ഗ്രൂപ്പ്, CO ഗ്രൂപ്പ്. ഇതായിരിക്കും ആൽഫ പൊസിഷൻ, ഇത് ബീറ്റ പൊസിഷൻ, ഇത് ഗാമ പൊസിഷൻ, ഇത് ഡെൽറ്റ. അങ്ങനെ അത്രയും പോകുന്നുണ്ട് ഇവിടേക്ക് അല്ലെ. ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആയി? ഇനി ഇവിടെ ആൽഫയിൽ സബ്സ്റ്റിറ്റ്യൂവന്റ്, ഇനി നമ്മൾ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂവന്റ് നോക്കാണ്. ആൽക്കൈൽ ഗ്രൂപ്പ് നോക്കാം കേട്ടോ. ആൽക്കൈൽ ഗ്രൂപ്പ് നോക്കുമ്പോൾ ആൽഫയിലുണ്ടോ? ആൽഫയിലുണ്ട്. ആൽഫയുടെ തൊട്ട് മുകളിൽ എന്തുണ്ട്? സിംഗിൾ ബോണ്ട് ഉണ്ട്. നേരത്തെ പോലെ തന്നെ കൺസിഡർ ചെയ്യാം അല്ലെ. ഇതിന്റെ ഈ ഡബിൾ ബോണ്ട് ഇതിന്റെ മുകളിൽ എന്തുണ്ട്? സിംഗിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് എന്തായിട്ട് എടുക്കും? ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ആയിട്ട് എടുക്കും. അപ്പൊ ആൽഫയിൽ ഒറ്റ ഒന്നേ ഉള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം ആൽഫയിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പ്. അതാണ് എഴുതുന്നത്. ആൽഫ സബ്സ്റ്റിറ്റ്യൂവന്റ് ആണ് കേട്ടോ. ആൽഫ സബ്സ്റ്റിറ്റ്യൂവന്റ് എത്ര വാല്യൂ എത്രയാ? 10 നാനോമീറ്റർ അല്ലേ. നമ്മൾ മുകളിൽ പഠിച്ചു 10 ആണ്. 10, 12, 18 അങ്ങനെ പോകുന്നത്. സോ 10 നാനോമീറ്റർ. ആൽഫയിലുള്ള ഈ ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് കാരണം നമുക്ക് എന്ത് കിട്ടി? 10 നാനോമീറ്റർ കിട്ടി. ഇനി ബീറ്റയിലേക്ക് വരാം. ബീറ്റയിൽ ഉണ്ടോ? ബീറ്റയിൽ സബ്സ്റ്റിറ്റ്യൂവന്റ് ഉണ്ടോ? ഇല്ല, അല്ലാതെ സബ്സ്റ്റിറ്റ്യൂവന്റ് ഒന്നും ഇല്ല. ബീറ്റയിൽ ഇല്ല. കാരണം എന്താ? ഇവിടെ കോൺജുഗേഷൻ കിടക്കുക. അതായത് ബീറ്റ ഇവിടെ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഓൾറെഡി ഡബിൾ ബോണ്ട് ഉണ്ട്. പിന്നെ ഇതൊരു സബ്സ്റ്റിറ്റ്യൂവന്റ് എടുക്കാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു. ഡബിൾ ബോണ്ട് അപ്പുറത്തുള്ളതുകൊണ്ട് അതൊന്നും ഇല്ല കേട്ടോ. നേരെ മറിച്ച് ബീറ്റയ്ക്ക് സപ്പോസ് ഇവിടെ ഒരു ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂവന്റ് ആയി എടുക്കാൻ പറ്റുമായിരുന്നു. ബട്ട് ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. സോ ബീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂവന്റ് ഒന്നും ഇല്ല. കാരണം അങ്ങനെ ഡബിൾ ബോണ്ട് പിന്നെ ഇങ്ങനെ പോവാം. അപ്പൊ ബീറ്റയിൽ സബ്സ്റ്റിറ്റ്യൂവൻസ് ഒന്നും കാണാൻ പറ്റില്ല. പിന്നെയോ ഇവിടെ നമുക്ക് ഡെൽറ്റയിൽ ഉണ്ടോ? ഗാമയിൽ ഉണ്ടോ? ഗാമയിൽ സബ്സ്റ്റിറ്റ്യൂവന്റ് ഒന്നും ഇല്ല അല്ലെ. ഇവിടെ ഡബിൾ ബോണ്ട് ആയി കിടക്കാം. സബ്സ്റ്റിറ്റ്യൂവന്റ് ഒന്നും ഇല്ല. ഡെൽറ്റയിൽ ഉണ്ടോ? ഡെൽറ്റ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഡബിൾ ബോണ്ട് ഒന്നുമില്ല. ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട് എന്നായിരുന്നെങ്കിൽ ഈ ഡെൽറ്റയിലും സബ്സ്റ്റിറ്റ്യൂവന്റ് ഉണ്ടാവുമായിരുന്നില്ല. ഇത് നമ്മൾ എടുക്കില്ലല്ലോ, അതില്ലല്ലോ. അതുകൊണ്ട് ഉണ്ടാവുമായിരുന്നില്ല. ഒന്നിലും സബ്സ്റ്റിറ്റ്യൂവന്റ് ഉണ്ടാവുമായിരുന്നില്ല. പക്ഷെ ഇവിടെ ഡബിൾ ബോണ്ട് ഇപ്പൊ ഇല്ല. അതുകൊണ്ട് എന്താണ് ഡെൽറ്റയിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് എടുക്കാം ഇത്. ഓക്കെ, കാരണം സിംഗിൾ ബോണ്ട് കിടക്കാം അല്ലെ. അതായത് ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു CH2 ഗ്രൂപ്പ് ഉണ്ട്.
അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ട് എടുക്കാം. ക്ലിയർ ആയി? നമുക്ക് ഇങ്ങനെ എന്ത് കിട്ടി, ഡെൽറ്റ സബ്സ്റ്റിറ്റ്യൂന്റ് കിട്ടും. ഡെൽറ്റയിൽ സബ്സ്റ്റിറ്റ്യൂന്റ് നമ്മൾ എത്ര വാല്യൂ പറഞ്ഞത്, 18 അല്ലേ, 80 നാനോമീറ്റർ. ഓക്കെ, 80 നാനോമീറ്റർ കിട്ടി. ഇനി നമ്മൾ അടുത്ത് നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ, എക്സോ ബോണ്ട് നോക്കിയില്ല അല്ലെ, എക്സോ ബോണ്ട് ഉണ്ടോ നോക്കണം. എക്സോ ബോണ്ട് ഉണ്ടോ, ജസ്റ്റ് ഈ ആൽക്കി ഗ്രൂപ്പ് ഒന്ന് റബ്ബ് ചെയ്യാം കേട്ടോ. എക്സോ ബോണ്ട് എന്ന് പറഞ്ഞാൽ റിങ്ങിന്റെ പുറത്ത് കിടക്കുന്ന അല്ലെ, ഉണ്ട് ഇതാ, ഇത് എക്സോ ബോണ്ട് അല്ലേ, ഈ റിങ്ങിന് ഇത് എക്സോ ബോണ്ട് ആണ് അല്ലെ, ഈ റിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെന്താണ്, ഇത് എക്സോ ബോണ്ട് ആയി കിടക്കാണ്. സോ ഇവിടെ എന്തുണ്ട്, നമുക്ക് ഇതാണ് എക്സോസൈക്ലിക് ബോണ്ട്. സോ നമുക്ക് എക്സോ ബോണ്ട് എടുക്കാം. എക്സോ ബോണ്ട് എത്രയാണ്, സെയിം തന്നെയാണ്, 5 നാനോമീറ്റർ. അതൊക്കെ ഇവിടെ നോക്കണം കേട്ടോ, ഒന്നും പറഞ്ഞില്ല, അതൊക്കെ സെയിം തന്നെയാണ്. സോ ഇവിടെ നോക്കണം. അപ്പൊ അങ്ങനെ കിട്ടി. ഇനി അടുത്തത് എന്തെങ്കിലും ഉണ്ട്, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ ഏതാണുള്ളത്, യെസ്, ഒരു പ്രധാനപ്പെട്ട പറഞ്ഞു, ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ. ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടല്ലേ, ഓക്കെ. ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ ഉണ്ടോ, ഉണ്ട്. കാരണം അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഇവിടെ ഡബിൾ, നമ്മുടെ ബേസ് എന്ന് പറയുന്നത് എന്താ, കാർബണൽ കോമ്പൗണ്ടും ആൽഫ ബീറ്റ പൊസിഷനിൽ അൺസാച്ചുറേഷൻ, ഇത്രയും ബേസ് ആണ്. അതിന്റെ വാല്യൂ നമ്മൾ എഴുതി 215. അപ്പൊ ഇങ്ങനത്തെ ഒരു കോമ്പൗണ്ട് തരുമ്പോൾ നമ്മൾ ബേസ് വാല്യൂ നമ്മൾ എത്ര വരെ എടുക്കുന്നത്, കാർബണൽ ഗ്രൂപ്പും അതിന്റെ ആൽഫ ബീറ്റ പൊസിഷനിൽ ഡബിൾ ബോണ്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇത്ര എന്തായി, നമ്മുടെ ബേസ് ആണ്. ഇത് നമ്മുടെ ബേസ് സ്ട്രക്ചർ ആണ്. അത് 215 നമ്മൾ എടുത്തു. ബാക്കി എന്തുണ്ടെങ്കിലും അത് എക്സ്ട്രാ ആണ്. അപ്പൊ ഇവിടെ എന്തുണ്ട്, എക്സ്ട്രാ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. ഇത് എന്ത് ഡബിൾ ബോണ്ടാ, ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ അല്ലെ, ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ, കണ്ടോ, അതാണിത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇതാണ് സംഭവം. അപ്പൊ അതുകൊണ്ട് എത്രതിന്റെ വാല്യൂ, ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര നാനോമീറ്റർ ആണ്, 30 നാനോമീറ്റർ. നമ്മൾ എന്ത് ചെയ്യാം, എല്ലാം കൂടെ ഇത് ക്ലിയർ ആയി വിചാരിക്കുന്നു കേട്ടോ. നമ്മൾ എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ എങ്ങനെ എടുക്കാന്നുള്ളത്, കാരണം നമ്മൾ ബേസ് അറിഞ്ഞാൽ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ബേസ് വാല്യൂ അറിയണം, അതാണ് ഞാൻ പറഞ്ഞത് ബേസ് എന്താന്നുള്ളത്. ഇത് ക്ലിയർ ആയി വിചാരിക്കും. ഒന്നുകൂടി പറയാം, ജസ്റ്റ് ഇത്രയും എന്താണ് ബേസ് വാല്യൂ ആണ് കേട്ടോ. ഈ CO ഗ്രൂപ്പും പോവാത്ത, ഓക്കെ, അതായത് ഈ CO ഗ്രൂപ്പും നമ്മുടെ ഒറ്റ ഡബിൾ ബോണ്ടും ആൽഫബേറ്റിൽ കാണുന്ന ഡബിൾ ബോണ്ട് ഇത്രയും എന്താണ് 215 നാനോമീറ്റർ ആണ്. ഇതിന് പുറത്താണ് ഈ ഡബിൾ ബോണ്ട്. പക്ഷെ ആ ഡബിൾ ബോണ്ട് ഈ ഡബിൾ ബോണ്ട് ആയിട്ട്, നമ്മുടെ ആൽഫബേറ്റ ഡബിൾ ബോണ്ട് ആയിട്ട് കോൺജുഗേഷനിലുമാണ്. അതുകൊണ്ട് നമ്മൾ ഡബിൾ ബോണ്ട് എക്സിന് കോൺജുഗേഷനെ കൺസിഡർ ചെയ്തു. നേരെ മറിച്ച് ഡബിൾ ബോണ്ട് ഇവിടെ അല്ലാതെ അപ്പുറത്ത് എവിടെയെങ്കിലും ആണെങ്കിലോ, സപ്പോസ് ഡബിൾ ബോണ്ട് ഇവിടെയാണ്, സപ്പോസ് ഇവിടെ ഇല്ല വിചാരിക്കാം, ഇവിടേക്ക് പകരം ഡബിൾ ബോണ്ട് ഇവിടെയാണ്. അങ്ങനെ നമ്മൾ എക്സിന് കോൺജുഗേഷനെ കൺസിഡർ ചെയ്യോ, ഒരിക്കലും ഇല്ല. അത് എക്സിന് കോൺജുഗേഷനായി കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ എവിടെയാണ്, ഇവിടെ ഇപ്പൊ നമ്മുടെ കോൺജുഗേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്താ ഇവിടെ ഡബിൾ ബോണ്ട് വരുന്നത് അല്ലെ, അതുകൊണ്ട് നമുക്ക് ഇത് കൺസിഡർ ചെയ്യാം. ക്ലിയർ ആയി? നമുക്ക് എല്ലാ വാല്യൂസും ആഡ് ചെയ്യാം. എങ്ങനെയൊക്കെ ആഡ് ചെയ്യാം, ഇവിടെ 215, 10, 18, 5, പിന്നെ എക്സോ ബോണ്ട് 5 എടുത്ത് 13 കൂടെ അല്ലെ, 30. ഇത്രയാണ് ഇതിന്റെ ആൻസർ വരുന്നത്. 317 നാനോമീറ്റർ കേട്ടോ. ഇത്രയാണ് 317 നാനോമീറ്റർ. 317 ആണ് വരിക. അത് കാണുന്നില്ലേ, ഉണ്ട്, ഓക്കെ. 317 നാനോമീറ്റർ. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒറ്റൊന്നും കൂടി ഈ ഒരു ആൽഫബീറ്റ അൺസാച്ചുറേഷൻ ഒന്നും കൂടി ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അത് കുറച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, രണ്ട് റിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ റിങ്ങും കൂടി ഡബിൾ. ഓക്കെ, ഇവിടെ അല്ല, റിങ് മുകളിലായിരുന്നു കേട്ടോ, അതാണ് തെറ്റിയത്. ഓക്കെ, ഇവിടെ രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ നമുക്ക് അഗൈൻ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഡബിൾ ബോണ്ട് നമ്മൾ ഇട്ടു, ഇവിടെ ഡബിൾ ബോണ്ടോ. ഓക്കെ, ഇത്രയാണ്. സി, ഇതാണ് നമ്മുടെ മോളിക്യൂള്. ഇത് എന്താണ് സംഭവം? അപ്പൊ സി ഡബിൾ ബോണ്ടോ കണ്ട പിന്നെ നമുക്ക് ബേസ് സ്ട്രക്ചർ ഡൗട്ട് ഒന്നുമില്ല. ആൽഫബീറ്റ അൺസാച്ചുറേറ്റഡ് കാർബണൽ കോമ്പൗണ്ട് ആണ്. ഇനി അതിൽ നമ്മൾ 5 മെമ്പേർഡ് ആണോ 6 മെമ്പേർഡ് ആണോ അങ്ങനത്തെ പിന്നെ നോക്കണ്ടേ. ഇതെന്താണ് 6 മെമ്പേർഡ് റിംഗ് ആണ് അല്ലെ. അതുകൊണ്ട് നമുക്ക് ഡൗട്ട് ഒന്നുമില്ല. ബേസ് വാല്യൂ എത്രയാ, ബേസ് എന്ന് പറയുന്നത് 215 നാനോമീറ്റർ. അതിൽ ഡൗട്ട് ഒന്നുമില്ല, അത് കിട്ടി. ഇനി അടുത്ത് നോക്കണ്ട നമ്മള് സബ്സ്റ്റൻസ് ആണ്. സബ്സ്റ്റൻസ് മെയിൻ ആയിട്ട് നോക്കണം. അപ്പൊ നമ്മുടെ ഇത്ര നമ്മുടെ ബേസ് അല്ലെ, സി ഡബിൾ ബോണ്ടോയും ഒരു ആൽഫ ബീറ്റ നമുക്ക് ഒന്ന് ഇട്ട് നോക്കാം നമ്പർ. ഓക്കെ, അപ്പൊ നമുക്ക് ബേസ് ആയിട്ട് നമുക്ക് ഇത്രയും കിട്ടി. സി ഡബിൾ ബോണ്ടോ ഉണ്ട്, ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ, ഇത്രയും നമ്മൾ ബേസ് ആയിട്ട് എടുത്തു. ഇനി അടുത്തേക്കും പോകും. ആൽഫ ബീറ്റ ഗാമ ഇവിടെ വരും, ഇവിടെ ഗാമ വരും അല്ലെ, ഇത് ഗാമ വരും, ഇത് ഡെൽറ്റ വരും. ഇത്രയൊക്കെ നമുക്ക് അറിയുള്ളൂ. അപ്പൊ ഡെൽറ്റ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇവിടെ സോറി, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടായി, ഇതും കൂടി ഉണ്ട് കേട്ടോ, ജസ്റ്റ് ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും ഡബിൾ ബോണ്ട് കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത് ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ ഉണ്ട്. എത്ര ഉണ്ട്, ഇത്രയും ബേസ് ആണ് നമ്മൾ പറഞ്ഞു.
അതിനുശേഷം എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് ഇത് 1, പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് ഇത് 2. കാരണം ഇവിടെ എന്തുണ്ട്, 2 ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ ഉണ്ട് അല്ലെ, 2 ഉണ്ട്, 2 ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ ആട്ടോ, മീനിങ് എക്സ്റ്റെൻഡിങ് ഉണ്ട്. ഇത് എത്ര വരും, 2 ഇൻറ്റു ഡബിൾ ബോണ്ട് 30 അല്ലെ, അപ്പൊ അതുകൊണ്ട് 60 നാനോമീറ്റർ. കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. ഇതും കോൺജുഗേഷൻ ആയതുകൊണ്ട് നമ്മൾ ഇതൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി മുന്നേ തന്നെ പറഞ്ഞു, എല്ലാ ഡബിൾ ബോണ്ട് എടുക്കുന്നല്ല അർത്ഥം. ഇതിപ്പോ എല്ലാം വരുന്നൊക്കെ കൂടുതൽ എന്താണ്, കോൺജുഗേഷൻ തന്നെ ആയിരിക്കും. ക്വസ്റ്റൻസ് ഒക്കെ അങ്ങനെ ഉണ്ടാവാറ്. അപ്പൊ എനിവേ അത് ശ്രദ്ധിക്കണം, എന്നാലും കോൺജുഗേഷൻ ആണോ എന്നുള്ളത്. ഇവിടെ കോൺജുഗേഷൻ ആണ്. ഈ ഒരു ഡബിൾ ബോണ്ട് കഴിഞ്ഞിട്ട് ഒരു സിംഗിൾ ബോണ്ട് കഴിഞ്ഞിട്ട് അടുത്ത ഡബിൾ ബോണ്ട്, സോ ഇതെന്താണ്, കോൺജുഗേഷൻ തന്നെയാണ്. അപ്പൊ അത് കിട്ടി, 60 കിട്ടി. നമ്മൾ നോക്കേണ്ടത് എന്താ, ആൽക്കിൽ സബ്സ്റ്റുവന്റ്. നമുക്ക് ആൽക്കിൽ സബ്സ്റ്റുവന്റിലേക്ക് പോവാം. ആൽക്കിൽ സബ്സ്റ്റുവന്റ് ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ നമ്മുടെ കയ്യിലുണ്ട്. ആൽഫയിലുണ്ടോ, ആൽഫയിൽ ഏതെങ്കിലും സബ്സ്റ്റുവന്റ് ഉണ്ടോ, ഒന്നുമില്ല എടുക്കാം അല്ലെ. ആൽഫന് ഇവിടെ ഡബിൾ ബോണ്ട് ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ലല്ലോ. ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൽഫ വരുള്ളൂ, സോ ഇവിടെ ഒന്നുമില്ല. ബീറ്റയിലോ, ബീറ്റയിലുണ്ടോ, ബീറ്റയിലുണ്ട്. കാരണം എന്താ, ഏതാണുള്ളത്, ബീറ്റയ്ക്ക് ഇവിടെ മുകളിലുണ്ട്, കണ്ടോ, മുകളിൽ ഇവിടെ ഒന്നും ഡബിൾ ബോണ്ട് ഇല്ല. സോ എന്തുണ്ട്, ഇവിടെ ബീറ്റയ്ക്ക് ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സിംഗിൾ ബോണ്ട് എടുക്കാൻ പറ്റും. അത് കിട്ടി. ഇനി ഗാമയിലുണ്ടോ, ഗാമയിൽ ഇല്ല അല്ലെ, സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നും ഇല്ല, ഇവിടെ ഡബിൾ ബോണ്ട് ആണ്, അപ്പുറത്ത് ഇപ്പുറത്തൊന്നും ചെയ്യാറില്ല. ഓക്കെ, സോ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഇത് നമ്മൾ എടുക്കില്ല, കാരണം ഡബിൾ ബോണ്ട്, കോൺജുഗേറ്റ് ഡബിൾ ബോണ്ട്, ഈ 2 ഡബിൾ ബോണ്ടിന്റെ മിഡിലിൽ കിടക്കുന്ന സിംഗിൾ ബോണ്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. അവിടെ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നും ഇല്ല, സോ അത് മിസ്റ്റേക്ക് ആയിട്ട് എടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഒന്നുമില്ല. ഇനി ഡെൽറ്റയിലേക്ക് വരാം. ഡെൽറ്റയിലേക്ക് വന്നാൽ ഡെൽറ്റ ഇവിടെയാണ്. ഇത് എടുക്കാൻ പറ്റുമോ, ഒരിക്കലും പറ്റില്ല. ഇവിടെ ഡബിൾ ബോണ്ട് കിടക്കാം, 2 ഡബിൾ ബോണ്ട് ഇടയിലാണ്, സോ ഇത് എടുക്കില്ല. ഈ സംഭവം ഇല്ല, ഇതില്ല. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡെൽറ്റ കഴിഞ്ഞോളൂ. ഇവിടെ ഡെൽറ്റ നമുക്ക് നമ്പർ ഉള്ളൂ. തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, കോൺജുഗേഷൻ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയത് കൊണ്ട് നമുക്ക് ഈ ലിസ്റ്റ് വാല്യൂ നമുക്ക് ഇത് എന്ത് ചെയ്യാം, ജസ്റ്റ് ഡെൽറ്റ പ്ലസ് 1 ആയി കൊടുക്കാം, ഈ കാർബൺ ഇത്. ഓക്കെ, ഇനി ഇത് എന്ന് പറയുന്നത് ഡെൽറ്റ പ്ലസ് 2 ആയി കൊടുക്കാം. കാരണം അടുത്തടുത്ത കാർബൺ കോൺജുഗേഷൻ അത്ര എക്സ്റ്റെൻഡ് ചെയ്തല്ലോ. അപ്പൊ ജസ്റ്റ് നമുക്ക് വേറെ സിമ്പിൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഡെൽറ്റ പ്ലസ് 1 ഡെൽറ്റ പ്ലസ് 2 ഒക്കെ ആയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ഈ കാർബൺ ഇത് എടുക്കണം. കാരണം ഡബിൾ ബോണ്ട് ഉണ്ട് ഇവിടെ, എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ഇതിന് ചുറ്റുമുള്ള ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്താൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. സോ ഇതിലേക്ക് വരുമ്പോൾ ഈ കാർബൺ ഡെൽറ്റ പ്ലസ് 1 ഇതിന് എന്തുണ്ട്, ഇതാ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, സിംഗിൾ ബോണ്ട് ഉണ്ട്. ഓക്കെ അല്ലേ. ഈ ഡെൽറ്റ പ്ലസ് 2 എടുക്കുകയാണെങ്കിലോ അതിന് ഇതാ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട് അല്ലെ, കറക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട്, പിന്നെ ഇപ്പുറത്തും ഉണ്ട്, ഇതുണ്ട്. ഇത് രണ്ടും ഡെൽറ്റ പ്ലസ് 2 സബ്സ്റ്റിറ്റ്യൂന്റ് ആണ്. അത് ക്ലിയർ ആണ്. ഡെൽറ്റ പ്ലസ് 2 എങ്ങനെ വരുന്നത്, ജസ്റ്റ് ഒന്നുകൂടി പറയാം കേട്ടോ. ഓക്കെ, ഡെൽറ്റ പ്ലസ് 2 കാര്യം പറയുന്നത് ഇതാണ് നമ്മളുടെ കാർബൺ, ഡെൽറ്റ പ്ലസ് 2 കാർബൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ചുറ്റുമുള്ള ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ എന്തുണ്ട്, സിംഗിൾ ബോണ്ട് ഉണ്ട്. ഇതൊരു സിംഗിൾ ബോണ്ട് അല്ലേ, അപ്പൊ അത് കിട്ടി. പിന്നെ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നത്, ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നതാണ് ഇങ്ങനെ ഗ്രൂപ്പ്, ഇത് ഉണ്ടായിരുന്നു കേട്ടോ ക്വസ്റ്റ്യനിൽ. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഡയറക്റ്റ് ആയിട്ടുള്ള ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂന്റ് ആണ് ഡെൽറ്റ പ്ലസ് 2 കാർബൺ. ഈ കാർബണിന്റെ മുകളിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂന്റ് ആണ്. സോ അത് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത സബ്സ്റ്റിറ്റ്യൂന്റ് എടുക്കാം. മൊത്തം എന്ത് കിട്ടി, 2 എണ്ണം കിട്ടി. ഓക്കെ, അപ്പൊ ഡെൽറ്റ പ്ലസ് 2 എന്തുണ്ട്, 2 എണ്ണം ഉണ്ട്. ഡെൽറ്റ പ്ലസ് 1 പ്ലസ് 1 ഇവിടെ ഒറ്റ ഒന്ന് ഇതായിരുന്നു അല്ലെ, ഇതായിരുന്നു ഡെൽറ്റ പ്ലസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട്, അത് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നായിട്ട് എടുക്കാം, ഒന്നുണ്ട്. ഈ വാല്യൂ നോക്കുമ്പോൾ വാല്യൂ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഡെൽറ്റയുടെ കൺസിഡർ ചെയ്യാം. ഡെൽറ്റ പ്ലസ് 1 പ്ലസ് 2 സെപ്പറേറ്റ് വേറെ ഒന്നുമില്ല. ഡെൽറ്റയുടെ വാല്യൂ എന്താണോ അതിന് എടുത്താൽ മതി. ഡെൽറ്റയ്ക്ക് എന്തായിരുന്നു, ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂന്റ് ആകുമ്പോൾ 18 നാനോമീറ്റർ ആയിരുന്നു അല്ലെ. അപ്പൊ 18 നാനോമീറ്റർ ഡെൽറ്റ പ്ലസ് 1 പിന്നെ ഇവിടെ 2 ഇൻറ്റു 18 വരും, കാരണം 2 ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 36 നാനോമീറ്റർ. ക്ലിയർ ആയി. അപ്പൊ നമുക്ക് ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂന്റ് കിട്ടി. പിന്നെ ബീറ്റ ഇവിടെ ഓൾറെഡി ബീറ്റയ്ക്ക് ഒന്നുണ്ട്, ഇവിടെ ഉണ്ടല്ലോ. സോ ബീറ്റയുടെ ആകുമ്പോൾ ബീറ്റ എത്രയായിരുന്നു, ബീറ്റയുടെ വാല്യൂ 12 ആയിരുന്നോ, കറക്റ്റ് ഓർക്കുന്നില്ല, നോക്കട്ടെ. 12 ആയിരുന്നു അല്ലെ, ബീറ്റയ്ക്ക് 12 ആയിരുന്നു. ഓക്കെ, ബീറ്റയ്ക്ക് 12 ആയിരുന്നു. അപ്പൊ 12 നാനോമീറ്റർ ബീറ്റ അല്ലെ, ആൽക്കൈൽ ഗ്രൂപ്പ് ആൽക്കൈൽ. അപ്പൊ എല്ലാം കൂടെ കണ്ടുപിടിച്ചു തോന്നുന്നു. ഡബിൾ ബോണ്ട് പറഞ്ഞു, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ അവിടെ. യെസ്, ഒരു കാര്യം മിസ്സാക്കി. എന്താണത്, യെസ്, എക്സോസൈക്ലിക് ബോണ്ട് അല്ലെ. എക്സോ ബോണ്ട് നമ്മൾ പറഞ്ഞിട്ടില്ല, അത് നമുക്ക് നോക്കി നോക്കാം. എക്സോ ബോണ്ട് ഉണ്ടോ നമുക്ക് നോക്കി നോക്കാം. ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, ഡെൽറ്റ പ്ലസ് 1 ഒന്നും വേണ്ട. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ എക്സോ ബോണ്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഈ റിംഗ് എടുക്കാന്നുണ്ടെങ്കിൽ ഈ റിംഗ് നമ്മൾ നടുവിലുള്ള ഈ റിംഗ് എടുക്കാന്നുണ്ടെങ്കിൽ ഇതെന്താണ്, എക്സോ ബോണ്ട് അല്ലേ, ഇത് എക്സോ ബോണ്ട് ആണ്. പിന്നെ അടുത്തെന്ന് പറയുന്നത് നമ്മൾ ഈ നടുത്തെ റിംഗ് എടുക്കാന്നുണ്ടെങ്കിൽ അതിന്റെ റൈറ്റ് സൈഡിൽ ഇതും എന്താണ്, അതിന്റെ എക്സോ ബോണ്ട് ആണ് അല്ലെ. നമുക്ക് നോക്കിയാൽ ഒന്ന് താഴെ ജസ്റ്റ് നോക്കുമ്പോൾ കറക്റ്റ് ആയി കിട്ടും. ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ ഒരു റിംഗ് ഉണ്ട് ഇവിടെ.
ഇങ്ങനെ നിൽക്കുന്നത് കണ്ടോ. അതേപോലെ ഇവിടെ എന്തുണ്ട്, ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പൊ 2 എക്സോ ബോണ്ട് ഈ റിങ്ങിന് മാത്രം ഉണ്ട് അല്ലെ. സോ നമുക്ക് എന്ത് കിട്ടും, എക്സോ ബോണ്ട് എന്ന് പറയുന്നത് എക്സോ ബോണ്ട് എത്രയാ, 2 ഇൻറ്റു ഒരു എക്സോ ബോണ്ട് 5 ആണ്. സോ 10 നാനോമീറ്റർ. ഞാൻ എല്ലാം കിട്ടിയില്ല. അപ്പൊ നമ്മൾ എല്ലാ വാല്യൂസും നമുക്ക് കിട്ടി. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, 215 ഉണ്ട്. പിന്നെ ബീറ്റ ആൽക്കൈൽ 12, 18, 36 ഡെൽറ്റയുടെ ഒക്കെ അല്ലെ. ഇത് ബീറ്റയുടെ ആണ്, ഇത് ബീറ്റ, ഇത് രണ്ടും ഡെൽറ്റ +1 ഒക്കെ ആണ് കേട്ടോ. ജസ്റ്റ് ഡെൽറ്റ എന്ന് എഴുതുന്നുള്ളൂ. ഇത് ഡെൽറ്റ ആണ്. പിന്നെ ലാസ്റ്റ് കോൺജുഗേഷൻ ഡബിൾ ബോണ്ട് എക്സിന് കോൺജുഗേഷൻ 60 പറഞ്ഞു. ലാസ്റ്റ് വരെ എക്സോസൈക്ലിക് 10 ഇത് കാണുന്നില്ല അല്ലെ, +10 ട്ടോ, +10 ഉണ്ട്. ഓക്കെ, ഇത്ര നമുക്ക് ഫൈനലി ആൻസർ കിട്ടുന്ന എത്രയായിരിക്കും, ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, 351. ആൻസർ എത്ര വരിക, 351 നാനോമീറ്റർ വരും. ക്ലിയർ ആയി. ആൻസർ നമുക്ക് എഴുതാം 351 നാനോമീറ്റർ. ഇതാണ് ലാംഡ മാക്സ് ഈക്വൽ ടു 351 നാനോമീറ്റർ കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് കേട്ടോ. അപ്പൊ ഈ 2 ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ആദ്യത്തെ റിംഗ് ഹോമോനിലാറും ഹെട്രോനിലാറും ബ്യൂട്ടഡൈൻ ഒക്കെ വരുന്ന ആ കേസും, രണ്ടാമത്തെ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കാർബൺ കോമ്പൗണ്ട് രണ്ടാമത്തെ കേസും. അപ്പൊ ഇതില് ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു, കാരണം ഒരുപാട് ടൈം എടുക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഓരോന്ന് എങ്ങനെ വരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് ലോങ് ആയിട്ടുള്ള വീഡിയോ ആയി പോയത് കേട്ടോ. അപ്പൊ ഇത് ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അല്ല ഇപ്പൊ ഇത് നമുക്ക് അല്ലാതെയുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. ഞാൻ നിങ്ങൾക്ക് നോട്ട് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, അതിൽ PYQs ആയിരിക്കും നോട്ടിൽ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഈ ക്ലാസ് വെച്ചിട്ടുള്ള സെയിം ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്, ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും പ്രോബ്ലംസിൽ. എന്നാലും എന്ത് ചെയ്യാം, അത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കി നോക്കാം. നമുക്കിപ്പോ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് റൂൾസും ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ആ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. പിന്നെ നോട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ PYQs മാത്രമുള്ള നോട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് വേറെ റെഫർ ചെയ്തെടുത്താണ്. സോ ജസ്റ്റ് അതൊന്ന് ഓർത്തേക്കാം. അപ്പൊ ഓക്കെ അല്ലേ. ഇത് ക്ലിയർ ആയി വിചാരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് ബേസ് അറിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ഇതുവരെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയി വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.